പ്രിയപ്പെട്ടവരെ, ആഗ്രഹമില്ലാത്തവരായിട്ട് ഈ ലോകത്തിൽ ആരും തന്നെയില്ല. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ചെറുതും വലുതുമായ ആഗ്രഹങ്ങളൊക്കെയുണ്ട്. നല്ല ആഗ്രഹവുമുണ്ട്, അതോടൊപ്പം തന്നെ മോശമായിട്ടുള്ള ആഗ്രഹങ്ങളുമുണ്ട്. ഈ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ അത് നമുക്ക് ദോഷം വരുത്തുന്നതാകരുത്, നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്നതാകരുത്. ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവ് ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ലോകം മുഴുവൻ നേടിയാലും, നീ ആഗ്രഹിക്കുന്നത് എന്തു തന്നെ നേടിയാലും, ഈ ലോകത്തിലുള്ള എന്തെല്ലാം വസ്തുക്കൾ നീ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെടുകയാണെങ്കിൽ അതുകൊണ്ട് നിനക്ക് എന്താണ് പ്രയോജനം? കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ആത്മാവ് നഷ്ടപ്പെടാത്ത ഒരു ലോകത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. കർത്താവിന്റെ ആഗ്രഹത്തോട് ചേർന്ന് നിൽക്കുവാൻ, നമ്മുടെ ആഗ്രഹങ്ങളെ പരിത്യജിക്കുവാനായിട്ട് അവിടുന്ന് ആവശ്യപ്പെടുകയാണ്. എന്നെ അനുഗമിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് പുരുഷം വഹിച്ച് എന്റെ പിന്നാലെ വരട്ടെ എന്ന് യേശു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്വയം പരിത്യജിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ ചിന്തകളും മനോഭാവങ്ങളും നമ്മുടെ എല്ലാ പ്രവർത്തികളും നമ്മുടെ സ്വപ്നങ്ങളും കാഴ്ചപ്പാടുകളുമൊക്കെ വിട്ടുപേക്ഷിച്ചുകൊണ്ട് യേശുവിന്റെ മനോഭാവത്തോടും ചിന്തകളോടും ആഗ്രഹത്തോടും ചേർന്ന് നിന്നാൽ മാത്രമേ നമുക്ക് ഈ ലോകം, ആത്മാവ് നഷ്ടപ്പെടാത്ത ലോകം സ്വന്തമാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് ആത്മശോധന ചെയ്യാം. ഏതെങ്കിലും കാരണവശാൽ ഞാൻ എന്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ച് എന്റെ ആഗ്രഹം നിറവേറ്റാനായിട്ട് പരിശ്രമിക്കുമ്പോൾ അത് എന്റെ ജീവിതത്തിന് ദോഷം വരുത്തുന്നതാണോ? കർത്താവിന്റെ ആഗ്രഹത്തോട് ചേർന്ന് നിൽക്കുന്നതാണോ എന്റെ ആഗ്രഹം? ജോർജ് ബെർണാഡ് ഷാ പറയുന്ന ഒരു വാചകം എങ്ങനെയാണ്: സ്വന്തം മനസ്സിനെ മാറ്റാത്തവന് ഒരിക്കലും മറ്റൊന്നിനെയും മാറ്റുവാൻ സാധിക്കില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ മനോഭാവങ്ങളെ മാറ്റിയിട്ട് കർത്താവിന്റെ ചിന്തകളോട് ചേർന്ന് നിൽക്കുവാൻ, ആഗ്രഹത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. അതിനായിട്ട് ഈ ദിവബലിയിൽ നമുക്ക് കർത്താവിന്റെ കൃപ യാചിക്കുകയും ചെയ്യാം.